നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും അറിഞ്ഞില്ല, എല്ലാം ഉദ്യോഗസ്ഥർ. തലയൂരലിന്റെ സ്ഥിരം അടവ് പുറത്തെടുത്ത് പിണറായി കൂട്ടർ. മദ്യനയത്തിൽ മന്ത്രി റിയാസ് പോലും അറിയാതെ നയരൂപീകരണത്തിനിറങ്ങിയത് ചീഫ് സെക്രട്ടറി. 21-ന് യോഗം ചേർന്നത് മന്ത്രി അറിയാതെയെന്ന് ടൂറിസം വകുപ്പ്. അപ്പോൾ അമ്മായിയപ്പൻ വാഴയെന്നും മരുമകനും മരുമകൻ മരവാഴയെന്ന അമ്മായിയപ്പനും സമ്മതിക്കുകയാണോ? ഈ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ട് സാർ, കപ്പിത്താൻ അറിയാതെ ഈ കപ്പലിൽ ഒന്നും നടക്കില്ല സാർ, തള്ളൊക്കെ വെറുതെയാണ്. എങ്ങനൊക്കെ കിടന്നിനി മലക്കം മറിഞ്ഞാലും പിണറായിയുടെ അണ്ണാക്കിലെ പിരിവെട്ടും പല വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. ഇതൊന്നും ഞങ്ങൾ അറിയാതെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ വരുന്ന ഒരു ചോദ്യം, ഭരിക്കാൻ എന്തിനാ കസേരയിൽ കയറി ഇരിക്കുന്നു എന്നതാണ്. ഒരു നയം സ്വീകരിക്കുക ഭരിക്കുന്ന സർക്കാരാണ്, ആ നയം നടപ്പിലാക്കുകയാണ് ഉദ്യോഗസ്ഥരുടെ ജോലി. എന്നാൽ ഇവിടെ കേരളത്തിൽ നേരെ തിരിച്ചാണെന്ന് തോന്നുന്നു. ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകാനുള്ള യോഗമാണ് നടന്നതെന്ന്. മദ്യനയത്തിൽ ടൂറിസം മേഖലയിൽ അഭിപ്രായത്തിനാണ് യോഗം ചേർന്നതെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. ബാർക്കോഴ കേസിൽ എക്സൈസ് ടൂറിസം മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്നും മദ്യനയവുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചതിന് തെളിവുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നു. മെയ് 21-ന് മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് സൂം മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നും അതിൽ ബാർ ഉടമകൾ പങ്കെടുത്തതായും മീറ്റിംഗിന്റെ ലിങ്ക് തന്റെ പക്കലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ടൂറിസം വകുപ്പ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും സമയപരിധി നീട്ടുന്നതിനെക്കുറിച്ചും മെയ് 21-ലെ യോഗത്തിൽ ചർച്ചയുണ്ടായി. അതിനെ തുടർന്നാണ് ബാർ ഉടമകൾ പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും ഇക്കാര്യം ഇടുക്കി ജില്ലാ പ്രസിഡന്റിലൂടെ പുറത്തുവരികയും ചെയ്തത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. നയരൂപീകരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമാണ്. എന്നാൽ അവർ അറിയാതെ ചീഫ് സെക്രട്ടറി നയത്തിന് രൂപം നൽകാൻ മുന്നിട്ടിറങ്ങിയെന്ന് വേണം പുതിയ വിശദീകരണം ചർച്ചയാക്കുന്നത്. ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല യോഗം വിളിച്ചു ചേർത്തതുപോലും. സാധാരണ രീതിയിൽ എല്ലാ വർഷവും മദ്യനയവുമായി ബന്ധപ്പെട്ട് എല്ലാ വകുപ്പുകളിലും ഇത്തരത്തിൽ ഒരു യോഗം നടക്കാറുണ്ട്. അത് സാധാരണ നടപടിക്രമമെന്നാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ ഉരുണ്ടു കളിക്കുന്നത്. എന്നാൽ മുൻപൊന്നും ഇത്തരം യോഗങ്ങൾ വിളിച്ചതിന് ഒരു തെളിവുകളുമില്ല. സാധാരണ മദ്യനയത്തിലെ യോഗങ്ങൾ എക്സൈസ് വകുപ്പാണ് വിളിക്കാറുമുള്ളത്. അതീവ ദുരൂഹമായ പലതും കേരളത്തിൽ നടക്കുന്നതിന് തെളിവാണ് ഇതെല്ലാം. സാധാരണ ഇടത് ഭരണമെത്തുമ്പോൾ നയങ്ങളെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാകുകയാണ് പതിവ്. ഇതാണ് ഇവിടെ തെറ്റുന്നത്. ബാർക്കോഴയിൽ ആരോപണം ശക്തമാകുമ്പോഴാണ് ഇതെല്ലാം. ടൂറിസം വകുപ്പിന്റെ വിശദീകരണം ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. മന്ത്രി അറിയാതെ ഞങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന് ഉദ്യോഗസ്ഥർ സ്വയം അങ്ങ് കുറ്റമേറ്റെടുക്കുകയാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലെ അഭിപ്രായം അറിയാൻ വേണ്ടി ചീഫ് സെക്രട്ടറിയാണ് എല്ലാ വകുപ്പ് സെക്രട്ടറിമാർക്ക് യോഗം വിളിച്ച് നിർദ്ദേശം നൽകിയത്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം വകുപ്പ് സെക്രട്ടറിമാർ അവരുടെ വകുപ്പുകൾക്ക് കീഴിൽ അഭിപ്രായ സ്വരൂപണത്തിന്റെ ഭാഗമായി അവരുടെ മേഖലകളിൽ വരുന്ന ആളുകളെ വിളിച്ചു ചേർത്ത് യോഗം ചേർന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ടൂറിസം വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചത്. ഇത് സൂം മീറ്റിംഗ് ആയിരുന്നു. ബാർ ഉടമകളടക്കം ഇതിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ മന്ത്രിയുടെ ഇടപെടലോ നിർദ്ദേശമോ ഒന്നും ഇല്ല എന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത്. മദ്യനയത്തിൽ ഒരു ചർച്ചയും നടന്നില്ല എന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വിശദീകരിച്ചു. പിന്നാലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ പ്രതികരണം നടത്തി. തൊട്ടുപിറകെ ടൂറിസം വകുപ്പിൽ നടന്ന യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തു വന്നു. ഇത് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി. ഇതിന് പിന്നാലെയാണ് മന്ത്രിമാർ അറിയാതെയാണ് നയരൂപീകരണ യോഗം നടത്തിയതെന്ന വാദം ടൂറിസം വകുപ്പ് ചർച്ചയാക്കുന്നത്. സൂം മീറ്റിംഗ് വഴി നടത്തിയ യോഗത്തിലെ അഭിപ്രായം ടൂറിസം ഡയറക്ടർ ടൂറിസം സെക്രട്ടറിക്ക് കൈമാറും. ഇത് ചീഫ് സെക്രട്ടറിക്ക് കൈമാറും. ഇതാണ് നടപടിക്രമമെന്ന് ടൂറിസം വകുപ്പ് വിശദീകരിച്ചു. പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടൻ മദ്യനയത്തിൽ മാറ്റം വരുത്താമെന്നാണ് ടൂറിസം യോഗത്തിൽ പറഞ്ഞതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അഴിമതി ആരോപണത്തെക്കുറിച്ചല്ല, വാർത്ത പുറത്തായതെങ്ങനെ എന്ന കാര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത്. സർക്കാരിനെതിരെ അഴിമതി ആരോപണം വരുമ്പോൾ അഴിമതി പുറത്താകാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. എവിടുത്തെ രീതിയാണിതെന്ന് വി.ഡി. സതീശൻ പരിഹാസത്തോടെ ചോദിക്കുകയാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് മന്ത്രിമാരെ വിവാദത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ടൂറിസം വകുപ്പിന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്,
അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം ഇതിന് പിന്നിൽ ആരൊക്കെയാണ് കൈ കടത്തിയിട്ടുള്ളതെന്ന്. പിണറായി വിജയനും റിയാസും ഒന്നും അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. കമഴ്ന്നു വീണാൽ കാൽപ്പണം നക്കുന്നതും ഇവരാണ്, ആ കാൽപ്പണം നക്കാനുള്ള വക ഒപ്പിക്കുന്നതും ഇവരാണ്. ഒടുവിൽ പെട്ടു എന്നാകുന്ന ഘട്ടം വരുമ്പോൾ ഉദ്യോഗസ്ഥരെ മുന്നിലിട്ട് കൊടുക്കും, അവരാണ് ബലിയാടുകൾ. ശിവശങ്കറിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ടൂറിസം മേഖലയിലെ ഉദ്യോഗസ്ഥർക്കും ഉള്ളത്. എന്തായാലും ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പിന്നെ ഒന്നും അറിയില്ല, അതുകൊണ്ട് മൂപ്പരും കൈമലർത്തും. അപ്പോൾ പിന്നെ നമ്മുടെ ചോദ്യം ഇതാണ്, എന്തിനാണാവോ ആ കസേരയിൽ കയറിയിരിക്കുന്നത്? ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു വെക്കൂടെ? ഇതിനിടെ ബാർക്കോഴ വിവാദത്തിലെ ഗൂഢാലോചന പരാതി അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ഇടുക്കിയിലേക്ക് നീങ്ങുകയാണ്. ബാർ ഉടമകളുടെ സംഘടനയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ മൊഴിയെടുക്കും. യോഗത്തിൽ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തും. യോഗത്തിന്റെ വിവരങ്ങളും മിനിറ്റ്സും യോഗം നടന്ന ഹോട്ടലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും. ഇതിനൊക്കെ വേണ്ടിയാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ വെട്ടിലാക്കിയ സംഭവത്തിൽ ആദായ നികുതി വകുപ്പും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പണപ്പിരിവിനെ കുറിച്ചാണ് പരിശോധന നടക്കുന്നത്. സർക്കാരിനും ഈ അന്വേഷണം തിരിച്ചടിയാകാൻ സാധ്യതയേറെയാണ്. തട്ടിപ്പ് കണ്ടെത്തിയാൽ അന്വേഷണത്തിന് EDയും CBIയും എത്തുമോ എന്നതാണ് ഇനിയിപ്പോൾ സർക്കാരിനെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. ആരോപണത്തിൽ നിന്ന് അനിമോൻ മലക്കം മറിഞ്ഞിരുന്നു. പണം പിരിക്കൽ ആവശ്യപ്പെട്ടത് സംഘടനയ്ക്ക് കെട്ടിടം വാങ്ങാനെന്നാണ് പുതിയ വിശദീകരണത്തിൽ അനിമോൻ പറഞ്ഞിരിക്കുന്നത്. സംഘടനയിലെ അംഗങ്ങളോട് എന്ന ആമുഖത്തിൽ തുടങ്ങുന്ന ദീർഘമായ വാട്സാപ്പ് സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഓഡിയോ LDFനും സർക്കാരിനുമെതിരെ ആരോപണത്തിന് ഇടയാക്കി. തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. താൻ ഒളിവിലല്ലെന്നും അനിമോൻ വ്യക്തമാക്കുന്നു. 2 ദിവസമായി ഓഫ് ചെയ്തിരുന്ന മൊബൈൽ ഫോണും കഴിഞ്ഞ ദിവസം ഓൺ ചെയ്തിരുന്നു. ബാർ ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാറിന്റെ വാദങ്ങളെ അനിമോൻ അംഗീകരിക്കുകയാണ്. കേന്ദ്ര ഏജൻസി അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനുള്ള ഒത്തുതീർപ്പാണ് ഇതിലെല്ലാം. ബാർക്കോഴയിൽ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ശബ്ദരേഖയ്ക്ക് പിന്നിലുള്ളത് ഫെഡറേഷൻ കേരള ഹോട്ടൽ അസോസിയേഷന്റെ ഇടുക്കിയിലെ പ്രധാന നേതാവ്, സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് അനിമോൻ തൊടുപുഴ. അതുകൊണ്ടാണ് പുറത്തു വന്ന ശബ്ദരേഖയ്ക്ക് പ്രസക്തി കൂട്ടുന്നത്. മുൻപ് UDF ഭരണകാലത്ത് ധനമന്ത്രിയായിരുന്ന KM മാണിക്കെതിരെയും ബാർക്കോഴ ആരോപണം ഉയർന്നിരുന്നു. അന്ന് വിജിലൻസിനടക്കം മൊഴി കൊടുത്ത വ്യക്തി കൂടിയാണ് അനിമോൻ. എന്നാൽ വിവാദം കൊണ്ട് തനിക്ക് ദോഷമേ ഉണ്ടാകൂവെന്ന് അനിമോൻ തിരിച്ചറിഞ്ഞു. ഇതുകൊണ്ടാണ് എല്ലാം അബദ്ധമെന്ന് വ്യക്തമാക്കി പുതിയ സന്ദേശം ബാർ ഉടമകൾക്ക് അയച്ചത്. ഇതോടെ പോലീസ് കേസ് തന്നെ അപ്രസക്തമാകും. വാശി തീർക്കലായിരുന്നു ആ സന്ദേശമെന്ന് വിശദീകരിച്ച് ക്രൈംബ്രാഞ്ചിനും കേസ് ഒഴിവാക്കാം. ആ വഴിയാണ് നോക്കുന്നത്. ഇതിനുള്ള അന്വേഷണമാകും ഇനി ക്രൈംബ്രാഞ്ച് നടത്തുക. തൊടുപുഴ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന വൈശാലി എന്ന ബാറിന്റെ ഉടമയായിരുന്നു അനിമോൻ. വൈശാലി പൂട്ടിയെങ്കിലും സംസ്ഥാനത്ത് പല ജില്ലകളിലെ ബാറുകളിൽ ഷെയർ ഉണ്ട് ഇയാൾക്ക്. ബാർ ഉടമകളുടെ സംഘടനയിൽ വ്യക്തമായ പിന്തുണയും ഇയാൾക്കുണ്ട്. മോഹൻലാലിന്റെ ഒടിയൻ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായിരുന്നു. കേരളത്തിനു പുറമെ തമിഴ്നാട്ടിലെ കമ്പം, തേനി എന്നിവിടങ്ങളിലെ ബാറുകളിലും ഓഹരിയുണ്ട്. 2.5 ലക്ഷം രൂപ നൽകിയെന്ന് ശബ്ദരേഖയിൽ പറയുന്ന അണക്കര സ്പൈസ് ഗ്രോവ് ഹോട്ടലിന്റെ പ്രധാന ഓഹരിക്കാരിൽ ഒരാൾ. അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മദ്യവ്യാപാരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് അനിമോനെ കുടുക്കി വിവാദമെത്തുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷണം വെല്ലുവിളിയാകുമെന്ന് അനിമോനും അറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.